ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ണേട്ടന് ലീവല്ല, കണ്ണേട്ടന് ലീവ് ആക്കിയതാണ് കേട്ടോ. കണ്ണേട്ടന് തലേദിവസം തന്നെ ജലദോഷം, പനി, അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പക്ഷേ ഞാൻ എണീക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി രാവിലെ 5 മണിക്ക് എണീറ്റ് ആ പരിപാടിയൊക്കെ ഡെയിലി ചെയ്യണ പോലെയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണേട്ടന് തന്നെ തോന്നി ലീവ് ആക്കാമെന്ന്. ഞാനും കുറേ പറഞ്ഞു കേട്ടോ പിന്നാലെ നിന്നിട്ട് ലീവ് ആക്കാൻ. അപ്പോൾ അങ്ങനെ ലീവാക്കി. അപ്പോൾ രാവിലെ എണീറ്റ സമയം തൊട്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പണിക്ക് പോകണ ആ തിരക്കിൽ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും. രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശയ്ക്ക് ചട്നിയും ചമ്മന്തിയാണ് ഇവിടെ സാധാരണ ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് സാമ്പാറും ചമ്മന്തി അരച്ചിട്ടുള്ള ചമ്മന്തി അല്ല കേട്ടോ, ജസ്റ്റ് വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കലില്ല. അത് ഫസ്റ്റ് കോമ്പിനേഷനാണ്. കാരണം മിക്സി കേട് വന്നിട്ട് ഇരിക്കണം. അത് കാരണം സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കണ്ണേട്ടൻ്റെ മെയിൻ ഐറ്റമായ മിച്ചർ, കണ്ടിട്ട് പുറത്തേക്ക് അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ വാങ്ങിക്കൊടുന്ന കേട്ടോ മിച്ചർ. പിന്നെ ധ്യാനൂട്ടന് സാമ്പാർ ഒഴിച്ചിട്ട് വേണ്ട അപ്പോൾ പഞ്ചസാര. പക്ഷേ ധ്യാനൂട്ടൻ ചട്നിയും അതേപോലെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ചട്നി ഇല്ലാത്ത കാരണം അവന് കഴിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പഞ്ചസാര വേണം പറഞ്ഞിട്ട് ഞാൻ പഞ്ചസാര കൊടുക്കാറില്ല ഇട്ടിട്ട്. അവൻ കറികൾ ഉണ്ടിച്ചെങ്കിൽ അതത് കറികൾ കൂട്ടി കഴിക്കും. ഇപ്പോൾ സാമ്പാർ ദോശയ്ക്ക് കഴിക്കണില്ല എന്ന് തന്നെ ഉള്ളൂ കേട്ടോ. ചോറിന് ഒഴിച്ചു കൊടുത്താൽ കഴിക്കും. പക്ഷേ അവന് ദോശയുടെ ഒപ്പം വേണ്ട. അപ്പോൾ അവന് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കൊടുക്കണത്. അപ്പോൾ പിന്നെ അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ മടി. അവൻ വിചാരിച്ച ആ ഒരു ഐറ്റംസ് ഇല്ലാത്ത കാരണം അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ മടി. അപ്പോൾ ഞാൻ വാരി കൊടുക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ അത്ര മഴ കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ തുണികൾ കെടുക്കുന്നുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. മഴയെ കാരണം ഇപ്പോൾ ആ ഫ്രണ്ടിൽ സൈഡിലൊക്കെയാണ് നമ്മൾ അഴയ്ക്ക കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാ അടുക്കളയിൽ ഇതാ ചോറും കുടിക്കാനുള്ള വെള്ളം, പിന്നെ അതിലൊക്കെ സാമ്പാർ, പിന്നെ അവിടെ ദോശ ഉണ്ടാക്കിയിട്ട് ഉള്ളതാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അടുക്കളയിലൊക്കെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ചർച്ച എന്താ വെച്ചാൽ റിമോട്ട് ആരുടെ കയ്യിൽ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവന് ഇഷ്ടപ്പെട്ടുള്ള പരിപാടികൾ വേറെ, കണ്ണേട്ട സിനിമ കാര്യങ്ങൾ. ധ്യാനിട്ട് അങ്ങനെ ടി വിയിൽ അങ്ങനെ ഇരുന്ന സിനിമകൾ കാണില്ല കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് കറക്റ്റ് വെച്ചാൽ സമയം നോക്കാറിയില്ല. അപ്പോൾ അവൻ 8-ൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സമയത്തിൻ്റെ ഇത് പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സിനിമ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇവന് കഴിക്കാൻ കൊടുത്തതിന് ശേഷം കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്തത്ര തിരക്ക്, എന്തപ്പോൾ ഇത്ര ബിസി ആവാൻ കാരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ കാരണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ ഞാൻ അപ്പോൾ അത് എടുത്ത് സംസാരിച്ചു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയണില്ല. കണ്ണേട്ടൻ പറഞ്ഞത് അത് പറയാനായിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾക്കും കൂടി അത് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവുമെന്ന് വിചാരിക്കണം. കാരണം ഈ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നടക്കട്ടെ. എന്തായാലും ആ കാര്യം ഞാൻ പറയണില്ല. ഒരു വീഡിയോ ആയിട്ട് തന്നെ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഞാൻ കഴിക്കാൻ പോകണം. ധ്യാനൂട്ടനെ കഴിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് എൻ്റെ ബിഗ് ബോസ് കാണൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന്. നമ്മുടെ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസാണ് കൂടുതൽ കാണുക. പിന്നെ അതേപോലെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുഡ് അടിക്കുന്ന സമയത്ത് അത് കാണൽ എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം കണ്ണേട്ടൻ്റെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഫോൺ വാങ്ങാൻ. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഗെയിം കളിക്കാൻ, ലുഡോ കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി കുറച്ചു നേരം എന്ത് ചെയ്യാൻ പോവാണ്? ഉറങ്ങാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു ഉറക്കം നിർബന്ധ. എന്താ സ്കൂളിലേക്ക് പോവാഞ്ഞേ? എന്തോ സ്കൂളിലേക്ക് പോവാഞ്ഞേന്ന്? എവിടെ ജലദോഷം? എവിടെ വരൂ?
അവിടെ പറഞ്ഞു നിർത്തിയേക്കണോ അതിന്? ചില സമയത്ത് മാത്രമേ വരുള്ളൂ. വന്നു എന്റെ കാല്. അച്ചാച്ചിക്ക് എന്താ പറയാനുള്ളത്? അച്ഛക്ക് മലയാളം. കണ്ണേട്ട ഇങ്ങടെ തല എന്താ അച്ഛന്റെ അടുത്ത് പോയെത്തി പോലുണ്ടോ? അതിന് അച്ഛനെ എങ്ങനെ കാണാൻ പറ്റുണ്ണി? അച്ഛക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. കാണാനൊന്നും വീഡിയോയിൽ കാണാൻ പറ്റും. അച്ഛന് ഇപ്പൊ കാണാൻ പറ്റില്ല. ഇപ്പാണ് പറ്റും. കണ്ണ് രണ്ട് കണ്ണ്. ഡാഡീസ് കണ്ണ് എവിടെ? ബ്യൂട്ടിഫുൾ കണ്ണ്. കണ്ണ് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇതാണ് നീ പഠിച്ചേ? പിന്നെന്താ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ദിസ് ഇസ് ധ്യാനിഷ് MD. ഞാനുടെ എല്ലാരും പേര് വെച്ച് എന്താ പറയാ? അപ്പൊ ഞങ്ങൾ ഉറങ്ങിയിട്ട് കൊറേ കഴിഞ്ഞിട്ട് വരാം. ഇന്ന് കുളിയും നനയൊന്നും ഇല്ല. രാവിലെ ഇന്ന് കുളിയും നനയൊന്നും ഇല്ല. നമ്മുടെ മൈക്ക കേട് വന്നു. അത് കാരണം നമുക്ക് മൈക്കയിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ പറയണ കേക്കുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. ബൈ. ഹലോ ഗൈസ്. അമ്മ നിങ്ങൾ എന്തൊക്കെ ചെയ്യണ്ട്? മോളിൽ ഇതേ ഒരു അഴയ്ക്ക് കെട്ടിയുണ്ട് കേട്ടോ. ധ്യാനുട്ടന്റെ യൂണിഫോമുകളൊക്കെ ചിലപ്പോ ഉണങ്ങാത്തത് ഇവിടെ കൊടുന്ന് ഇടും കേട്ടോ. ചിലപ്പോ ചില ദിവസങ്ങളിലെ ഉണങ്ങാൻ ബുദ്ധിമുട്ടാവാറുണ്ട് മഴ കാരണം. അപ്പൊ അത് കാരണം അതൊക്കെ ഞങ്ങൾ ഇവിടെ മുകളിൽ കൊടുന്നിടും. അത് കാരണമാണ് അവിടെ അങ്ങനെ ഇത്തിരി തുണികൾ കാണുന്നത്. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ധ്യാനിഷ് MD സമ്മതിക്കുന്നില്ല ഉറങ്ങാന്. അപ്പൊ അവന് കളിയുടെ ഒരു ഇതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ധ്യാനത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനിടം പേടിച്ചിരിക്കുകയാണ്. അവന്റെ വിചാരം സ്കൂളിലത്തെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോണെന്നാണ് അവന്റെ ധാരണ. പക്ഷെ അല്ല, ഞാൻ ചോദിക്കും. അപ്പൊ ഫോണിൽ എന്താ വന്ന്? അപ്പൊ ധ്യാനിഷിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ധ്യാനുട്ടന്റെ സ്കൂൾ എങ്ങനെയുണ്ട്? ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. സ്കൂൾ എങ്ങനെയുണ്ട്? സൂപ്പർ. പക്ഷെ പാർക്കിന്റെ ഒക്കെ ഒരു കുറവുണ്ട് എന്നുള്ളത് ധ്യാനുട്ടൻ മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താണ് അതിനെ പറ്റി തോന്നണത്? ഉറക്കെ പറയുന്നാലും നമ്മുടെ മൈക്ക് കേട് വന്നു. അപ്പൊ ഉറക്കെ പറയണം. കുറച്ചൊക്കെ സ്ഥലം ഉണ്ടാവും. പാർക്കില്ലെങ്കിലും കളിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ട് എന്നാണ് നമ്മുടെ ധ്യാനിഷ് MD പറയുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ധ്യാനിഷ് MD എന്ന് കളി ഇങ്ങനെ തമാശക്ക് പറയണ കേട്ടോ. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ ധ്യാനിഷ് MD എന്ന് പറഞ്ഞ് അവനും ആരെങ്കിലും പെട്ടെന്ന് പേരെന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ധ്യാനിഷ് MD എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ധ്യാനിഷ്, അതേപോലെ കണ്ണേട്ടനും ധ്യാനിഷ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അവന് സ്കൂളിൽ അത് കാരണം അത് കേട്ടിട്ട് ഞാൻ അവനെ വെറുതെ തമാശക്ക് പറയണം കേട്ടോ ഈ ധ്യാനിഷ് MD എന്നുള്ളത്. അപ്പോൾ സ്കൂൾ നന്നായിരുന്നു. പാർക്കില്ലെങ്കിലും കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ട് എന്നാണ് അവൻ പറയണത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? നല്ലത്. ആർക്ക് നല്ലത്? പഠിപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ധ്യാനിഷ് പഠിക്കുന്നുണ്ട്. പഠിക്കാനൊക്കെ പറ്റുണ്ടാ? ഡ്രസ് അടിക്കാതെ കുറച്ച് 1 2 3 4 5 6 7 സ്പെല്ലിംഗ് അറിയുന്നുണ്ട്. 10 വരെ സ്പെല്ലിംഗ് അറിയാം. 11 തൊട്ടിട്ട് 20 വരെ ഉള്ളത് ഞങ്ങൾ പഠിക്കണുള്ളൂ. അപ്പോൾ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, നല്ല പഠിക്കും വേണം, കളിക്കും വേണം. പിന്നെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാ? നന്നായി. UKG വേറെ ടീച്ചർ ടീച്ചേഴ്സൊക്കെ ടീച്ചറെ പേര് ജയ ടീച്ചർ എന്നാണ്. പിന്നെ ഇപ്പൊ UKG കാരനാ. ഇന്നെന്താ? പിന്നെ ധ്യാനുട്ടനെ ആരാണ് പഠിപ്പിക്കുന്നത്? സ്കൂളിലത്തെ കാര്യല്ല, വീട്ടില് അച്ഛനും കുറെ ചില ദിവസങ്ങളിലൊക്കെ അച്ഛൻ പഠിപ്പിക്കാറുണ്ട്. ധ്യാനുട്ടനെ പഠിപ്പിക്കണതാണ് ധ്യാനുട്ടന് ഇഷ്ടം? അമ്മ പഠിപ്പിക്കണതാ? എന്നിട്ട് നീ പറയണ അച്ഛൻ വന്നിട്ട് പഠിച്ചാ മതി എന്നുള്ളത്? അന്ന് അങ്ങനെ? അപ്പോ
അച്ഛൻ വന്നാലും നമ്മളോട് ചെറിയ പറ്റുള്ളൂ. ചില ദിവസങ്ങളിൽ അമ്മ പഠിക്കാൻ ബുക്ക് എടുക്ക് പറയുമ്പോ ഇവൻ പറയും അച്ഛൻ വന്നിട്ട് പഠിക്കാ പറയും. ഇല്ലേ? അത് സത്യല്ലേ അമ്മ പറഞ്ഞത്? എന്താ അപ്പൊ അച്ഛൻ വന്നിട്ട് പഠിക്കാന്ന് പറയുന്നത്? അപ്പൊ അമ്മയുടെ ഒപ്പം ഇരുന്ന് പഠിച്ചാ പോലെ. അതാ ചോദിച്ചത്, അച്ഛൻ്റെ ആയിട്ട് ഇരുന്ന് പഠിക്കാനാണോ അമ്മേനായിട്ട് ഇരുന്ന് പഠിക്കാനാണോ ചോദിച്ചത്. അച്ഛൻ എന്താ ധ്യാനുട്ടനെ പഠിപ്പിക്കുമ്പോ ചീറ്റൊന്നും പറയില്ല, അതല്ലേ? ധ്യാനുട്ടനെ ആരാണ് ചീത്ത പറയാറ്? അടിക്കാറാരാ? അമ്മ മാത്ര. പറഞ്ഞ് തള്ളി തല്ലണ കേട്ട ഷെയിം കേടുണ്ടാ? എന്നാ അവനെ തല്ലാറൊന്നുമില്ല, അതൊക്കെ ഇങ്ങടെ വെറും ധാരണയാണ്. ധ്യാനുട്ടൻ നല്ല ഗുഡ് ബോയ് ആണ്, തല്ലണ്ട ഒരവസരം ഞങ്ങൾക്ക് തരാറില്ല. സത്യം പറഞ്ഞ ഗുഡ് ബോയ് ആണ്. ഇടയ്ക്കിടയ്ക്ക് വികൃതിയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ നല്ല കുട്ടിയല്ലേ. അമ്മയ്ക്ക് അച്ഛന് ആകള്ള എന്താ? അച്ഛനും അമ്മയ്ക്ക് ആകള്ള എന്താ? ആകള്ള എന്ത്? പല്ല. അച്ഛനും അമ്മയ്ക്ക് ആകള്ള എന്താടാ? സ്വത്താണ് ഈ ഇരിക്കണത്. വികൃതി ഉണ്ടോ? ചോദ്യാണ് എന്റെ. ശരി, എല്ലാരും വിശ്വസിക്കണം ധ്യാനുട്ടന് വികൃതി ഇല്ല. ഈ ഓഫാക്കാൻ പോയി ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഓണൊക്കെ വരാൻ പോവാണ്. എന്താ ധ്യാനുഷന്റെ പ്ലാൻ? എന്താ ധ്യാനുട്ടന്റെ പ്ലാൻ? വിഷുവല്ല, ഓണം. ഓണത്തിന് ഡ്രസ് എടുക്കണം, വൈബാക്കണം. പിന്നെന്താ? പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവന്റെ. പക്ഷെ അത് ലോങ് വീഡിയോന്റെ ലെങ്ത്തിലാണ് ഞങ്ങൾക്ക് തന്നെ ഗ്രൂപ്പിൽ കിട്ടിയത്. അപ്പൊ അത് കാരണം ഞാൻ ഷോർട്സ് ആക്കിയിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെന്താ വേറെ? നന്നായി ഡാൻസ് കളിച്ചു. ഇന്ന് രാവിലെ ഫുഡ് കഴിക്കണ സമയത്ത് എന്താ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ നിൽക്കുന്നത് അതന്നെ ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സൈക്കിൾ ഓടിക്കണം. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കാലിന് ഇത്തിരി പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കൂ, കാണിക്കട്ടെ. ഇവിടെ എവിടെ കാണാനില്ലല്ലോ. അതൊക്കെ തൊലിയൊക്കെ വീർത്തിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ധ്യാനുട്ടന് ഓണത്തിന്റെ എക്സാം ഇപ്പോഴല്ല കേട്ടോ, ഓണം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് എക്സാം. പിന്നെ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്ത് ക്ലാസ്. അത് കഴിഞ്ഞ് ധ്യാനുട്ടന് ലീവാവും. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കണ്ണായിട്ട് അപ്പുറത്ത് കിടന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്ക് കേട് വന്നിട്ടാണ് ഇരിക്കുന്നത്. മൈക്ക് മിക്സിങ് കേട് വന്നിട്ടുണ്ട്, അതാ പറയുന്നത്. നമ്മള് കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ ഇടാണ്ടിരുന്നു. അപ്പൊ എന്തുണ്ടായി? വീഡിയോസ് ഇട്ടില്ല. അതിന്റെ ഒപ്പം നമ്മുടെ മൈക്കും കിക്കിളിയാക്കല്ലേ, ഒതുങ്ങിക്കാനായിട്ട് വർത്താനം പറയട്ടെ. അപ്പൊ നമ്മുടെ മൈക്കും പ്രശ്നം വന്നിരിക്കുകയാണ്. മൈക്കും മിക്സി അവിടെ ഇരിക്കുക. നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യമല്ലേ പറയണേ. അപ്പൊ ഞാൻ ഇപ്പൊ പറയണത് നിങ്ങൾക്ക് കേൾക്കുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല. മൈക്ക് ഇപ്പൊ ഇനി കുറച്ച് ചിലപ്പോ മൈക്ക് അല്ലാണ്ട് ഞാൻ വോയിസ് കൊടുക്കും, കുറച്ചൊക്കെ വോയിസ് കൊടുക്കുക. അതാവുമ്പോ നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കും. ഇങ്ങനെ പറയണത് ഒട്ടും കേൾക്കില്ല. അപ്പൊ അതൊക്കെയാണ് വിശേഷം. ഇപ്പോൾ സമയം നമ്മുടെ ബിഗ് ബോസിലല്ലേ പറയാം, സമയം 10:30. 10:30 അല്ല കേട്ടാ, 10:07 കേട്ടോ സമയം. ഞാനിട്ടൊന്ന് കുളിക്കണില്ലേ? എപ്പോ? യെസ്, വൈകുന്നേരം. മഴയാണ്, വൈകുന്നേരം കുളിക്കാം. പിന്നെ ധ്യാനുട്ടൻ്റെ എന്താ വിശേഷം? നല്ല പനിയൊന്നുമില്ല കേട്ടോ, പുറത്ത് തള്ളിരുന്നു. ഇന്നലെ ജലദോഷത്തിന്റെ ചൂടായിരുന്നു. അച്ഛൻ കർച്ചീഫ് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അച്ഛനെ കാണിച്ചാൻ വേണ്ടി ഞങ്ങൾ ഇപ്പുറത്തേക്ക് കിടന്നിരിക്കുകയാണ്. അച്ഛന് ജലദോഷമാണ്. സൈഡായി. അച്ഛൻ ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞങ്ങളുടെ ഇപ്പൊ സ്പെൻഡ് ചെയ്യണതിന് സന്തോഷല്ലേ? എന്തൊന്നും പറയാലത്? ഫോണ് തലക്കിട്ടിട്ട് അതൊന്നും പറയാൻ പറ്റില്ല.
മുളക് മുളക് ആ സൈഡിൽ വെച്ചാ മതിയേ. സൈഡിൽ ഇതൊക്കെ മുളകാ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സാക്കിക്കാണ് മിക്സാക്കിയൊക്കെ ഒന്നും അറിയണില്ലല്ലോ. കുറച്ച് കാണുന്നു. ക്ഷമിച്ചോ? കഴിക്ക് ഇറങ്ങണില്ലല്ലോ, വാചകടി മാത്രം നടക്കണുള്ളൂ. ആ സഞ്ചിയിലോ? കണ്ണേട്ടൻ നല്ല ഉറക്കമായിട്ടാ. ഞങ്ങളുടെ ഉറക്കമൊന്നും നടന്നില്ല. കണ്ണേട്ടൻ നന്നായി ഉറങ്ങി. വൈകുന്നേരം ആയപ്പോൾ നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ മരുന്നൊക്കെ കഴിക്കണതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ധ്യാനൂട്ടൻ ചായ കുടിക്കുമായിരുന്നു. ബ്രെഡും ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ടും. പിന്നെ അവൻ കളിച്ച സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. കണ്ണേട്ടൻ എണീറ്റു കേട്ടോ. അവിടുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഒരു കോളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത്. കണ്ണേട്ടൻ ഇതേപോലെ പണിയുള്ള ദിവസമാണെങ്കിൽ പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. വൈകുന്നേരം വൈബാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പുറത്തേക്ക് പോകാറുണ്ട്. മിക്ക ദിവസം പോകാറുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ അതാ അപ്പുറത്ത് ആ ബക്കറ്റിൽ, അലക്കല്ലിൻ്റെ അവിടെ ബക്കറ്റിൽ കാണുന്നത് എനിക്ക് അലക്കാനുള്ള തുണികളാണ്. കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം. കപ്പക്കേക്കത് പുറത്ത് നടക്കണതൊക്കെ എടുക്ക്. സമാഹത്തോടെ ചമ്മന്തി ഉണ്ടാക്കാം. എന്തോ ഇടയിൽ ഇരിക്കണ്ട അവിടെ. എന്താ അമ്മ വേണണ്ടോ? എന്താ നമുക്ക് തുമ്പില്? എന്താ തുമ്പില്? അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുളിച്ചു. ഇവിടെ ക്ലിയർ ഇല്ലടാ. ഞങ്ങളിനി പഠിപ്പിച്ചാവാൻ പോവാണ്. ധ്യാനിഷന്റെ പഠിക്കണതേക്ക് പഠിക്കാൻ പോവാണ്. അടുത്ത വീട്ടിൽ കാണാം. അപ്പൊ പഠിക്കണത് നീ വീഡിയോ എടുക്കണം പറഞ്ഞു. നന്നായി പഠിക്കോ? അവരോട് പറയേ. പഠിക്കും. അതല്ലാതെ എപ്പോഴാ കളർ കൊടുത്ത്? സ്കൂളില് ടീച്ചർ കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ നല്ലതാ. ഇത് വെരി ഗുഡ്. ഇത് എന്താ ചീത്ത? ചീത്തക്ക് എന്താ പറയാ? ധ്യാനൂട്ടന്റെ ഇടയ്ക്ക് അമ്മ പറയില്ലേ എന്ത് ബോയ് എന്നാ പറയാ? ആ, വികൃതി കാണിക്കുമ്പോ. അപ്പൊ എന്താ? ബാഡ് ബോയ് അല്ല, ഇത് ബാഡ് ആയിട്ടുള്ളത്. ഇത് ഗുഡ്. ഓക്കെ, ഗുഡ് ഹാബിറ്റ് ആൻഡ് ഗുഡ് ഹാബിറ്റും പിന്നെ ഏതാ ബാഡ് ഹാബിറ്റും. ചീത്തക്ക് എന്താ പറയാ ഇംഗ്ലീഷ്? ആ, ബാഡ് ഹാബിറ്റ്. മൈ നെയിം ഈസ് ധ്യാനിഷ് എഴുത്.
ഇത് ഡി കാണാം. ഡി വലുതാക്കി എഴുതണം. വൈ ഇല്ലേ ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. റബ്ബർ എടുത്തിട്ട് ഡിയും വൈയും അയച്ചിട്ട് ഡി ഒന്നുകൂടി വലുതാക്കി എഴുത്, വൈയെ ക്യാപിറ്റൽ ലെറ്ററും എഴുതും. കണ്ണേട്ടൻ കുറച്ച് കഴിയുമ്പോൾ ഇതാ പുറത്തുനിന്നൊക്കെ വന്നു കേട്ടോ. ഞാൻ ധ്യാനേട്ടനെ പഠിപ്പിക്കാൻ എത്തണ ആ ഒരു എനർജി കുറച്ച് നേരം കഴിയും തോറും ഇല്ലാണ്ടായിട്ടോ. കാരണം ഇവർക്കായിരുന്നു ശരിക്കും ജലദോഷം ഉണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ രാവിലെ ഇവർക്കായിരുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്നിലേക്ക് അത് എത്തി തുടങ്ങി. ഞാൻ സൈഡാവാനായി കേട്ടോ. അത്രയ്ക്ക് നല്ല തുമ്മലും അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫുഡ് കഴിക്കണം അതൊക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.